മർക്കോസ് 11:24 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നല്ല, നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നല്ല, നിങ്ങൾ എന്താണോ വിശ്വസിച്ചത് അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ്. ഹല്ലേലൂയ. അതായത് വാട്ട് യു ബിലീവ് ദാറ്റ് വാട്ട് യു റിസീവ്. നിങ്ങൾ എന്താണോ വിശ്വസിച്ചത് അതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ആമേൻ. രാത്രിയിലും രാവിലെയും എഴുന്നേറ്റിരുന്ന് ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനകളല്ല നിങ്ങൾ ലഭിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടിയെന്ന് വിശ്വസിപ്പൻ. കാരണം നിങ്ങൾ ചോദിക്കുന്നത് ഇതെല്ലാം നൽകുവാൻ കപ്പാസിറ്റി ഉള്ള, കഴിവുള്ള ഒരു ദൈവത്തോടാണ്. അതുമാത്രമല്ല, ആ ദൈവം നിങ്ങളുടെ പ്രിയപ്പെട്ട അപ്പനുമാണ്. അത് നിങ്ങൾക്ക് നൽകുവാൻ ആ പിതാവിന് ഇഷ്ടമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ബി കോൺഫിഡന്റ്. എന്ത് ചോദിച്ചാലും എൻ്റെ ദൈവം എനിക്ക് നൽകും. ലാസറിന്റെ കുഴിമാടത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. യേശു പറഞ്ഞു, പിതാവേ, എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എന്ത് ചോദിച്ചാലും അങ്ങ് നൽകുമെന്ന് ഞാൻ അറിയുന്നു. അടുത്ത നിമിഷം പറഞ്ഞു, ലാസറെ പുറത്തു വാ. നിന്റെ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താൻ നിനക്ക് ആദ്യം വേണ്ട കോൺഫിഡൻസ് ഇതാണ്. നീ എന്ത് ചോദിച്ചാലും നിന്റെ ദൈവം നൽകും എന്നൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തോട് എന്ത് ചോദിച്ചാലും എൻ്റെ ദൈവം അത് നൽകും. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്ത് ചോദിച്ചാലും അവൻ നമുക്ക് നൽകും. ആമേൻ. അവൻ്റെ ഇഷ്ടം എന്താണ്? അവൻ്റെ ഇഷ്ടം എഴുതപ്പെട്ടിരിക്കുന്നു. സകല നന്മയ്ക്കായിട്ടുള്ളത്, നമുക്ക് നന്മയ്ക്കായിട്ടുള്ളതാണ് അവൻ്റെ പദ്ധതികൾ മുഴുവൻ. ആമേൻ. ഒരു വചനം വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യം ആയിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം എന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയം ഇല്ലാത്തവൻ അത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. ആമേൻ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട പ്രായം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, സഭയെ നോക്കി പറയാണ്, സഭയിലെ എല്ലാവരും കാലം നോക്കിയാൽ, കർത്താവിനെ അറിഞ്ഞ വിശ്വാസിയായി വന്ന കാലം നോക്കിയാൽ നിങ്ങളൊക്കെ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു തരേണ്ട ഒരവസ്ഥയാണ്. എന്താണ് ആദ്യ പാഠം? അതാണ് ഇവിടെ താഴെ പാലെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം ബാലപാഠങ്ങളാണ്. ഈ ബാലപാഠങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം നിങ്ങൾ തഴക്കം പ്രാപിച്ചവരല്ല. അത് കട്ടിയായുള്ള ആഹാരം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റത്തില്ല. നീതിയുടെ വചനത്തിൽ തഴക്കം പ്രാപിച്ചവർ, നീതിയുടെ വചനം, ദ വേർഡ് ഓഫ് ദ റൈറ്റ്യസ്നസ്, അതായത് നീതിയുടെ വചനം, നീതി എന്തെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ കട്ടിയായുള്ള ആഹാരങ്ങൾ ദഹിക്കത്തുള്ളൂ. നമുക്കറിയാം, നമ്മൾ കുഞ്ഞു മക്കൾക്കൊക്കെ പാലാ കൊടുക്കുന്നത്. കാരണം അവർക്ക് കട്ടിയായുള്ള ആഹാരങ്ങൾ ദഹിക്കത്തില്ല. ഒരു പരിധി എത്തുമ്പോൾ, ഒരു മെച്യൂരിറ്റി പ്രായം എത്തുമ്പോൾ നമ്മൾ കട്ടിയായുള്ളത് അവർ കൊടുക്കും. അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള പ്രായമായെന്ന് തോന്നുമ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ കട്ടിയായതുള്ളതൊന്നും തരാൻ പറ്റുന്നില്ല. കട്ടിയായുള്ളത് എന്താണ്? അതിന് ഉദാഹരണമാണ് താഴെ പറഞ്ഞത്. നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവരാണ് നിങ്ങൾ. ഫെമിലിയർ അല്ല. നീതിയുടെ വചനം നിങ്ങൾക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്താണ് ഈ നീതിയുടെ വചനം? ഇതാണ് നമ്മളിത് ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തണം. വെളിപ്പാടാണ് ആവശ്യം, അറിവല്ല വേണ്ടത്, വെളിപ്പാട്. ദൈവം നമുക്ക് ഇതിനെ വെളിപ്പെടുത്തണം.
ഒരു നിമിഷം നിങ്ങൾ ഹൃദയത്തിൽ കർത്താവിനോട് ചോദിക്കണം, ആഗ്രഹിക്കണം, കർത്താവേ എനിക്കിത് വെളിപ്പെടുത്തണം. നീതിയുടെ വചനം എന്താണ് ദൈവത്തിൻ്റെ നീതി? അത് നമുക്കൊന്ന് വെളിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ നമുക്കിത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് നീതി? നീതി എന്നുള്ള വാക്ക് എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ്. എന്താണ് നീതി? റൈറ്റ്യസ്നസ്. എന്നാൽ ബൈബിൾ പറയുന്ന നീതി, ഇവിടെ ഉദ്ദേശിക്കുന്ന നീതി എന്താണ്? ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ ഈ റൈറ്റ്യസ് എന്ന വാക്കിന് ഉപയോഗിച്ചിരുന്ന വാക്കെന്ന് പറയുന്നത് ഡിക്കയോസുനെ എന്ന വാക്കാണ്. ഞാൻ വാക്ക് ഒന്ന് കാണാൻ പഠിക്കാനല്ല പറയുന്നത്, അതിന്റെ അർത്ഥം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുകയാണ്. അതായത് ഈ വാക്ക് ഡിക്കനോസി എന്ന് പറയുന്ന ഡിക്കയോസുനെ എന്ന വാക്കാണ്. ഞാനത് എനിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതിനെ കുറിച്ച് പാടാണ്. അപ്പൊ ആ വാക്ക് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: സ്റ്റേറ്റ് ഓഫ് ഹൂ ഹീസ്. ദൈവം ആരായിരിക്കുന്നുവോ, ദൈവത്തിന്റെ ആളത്വം, അതിനെയാണ് റൈറ്റ്യസ്നസ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നീതി എന്ന് വെച്ചാൽ ദൈവം ആരായിരിക്കുന്നു, ദൈവത്തിന്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, ദൈവം എന്തായിരിക്കുന്നു, അതിനെയാണ് റൈറ്റ്യസ്നസ്, നീതി എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നാമും ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തിനൊപ്പം നിൽക്കാൻ പറ്റുക, റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്, അതിനെയാണ് റൈറ്റ്യസ്നസ് എന്ന് പറയുക. ഞാൻ വിശദീകരിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനോടൊപ്പം മനുഷ്യൻ മുഖാമുഖം കണ്ട് ജീവിക്കുകയായിരുന്നു. ആദം ജീവനുള്ള ദേഹിയായി മാറിയത് ദൈവവുമായി ഉണ്ടായ ഫേസ് ടു ഫേസ് എൻകൗണ്ടറിലൂടെയാണ്. നമുക്കറിയാം, മണ്ണിൽ നിന്നുണ്ടാക്കിയ മനുഷ്യൻ ശ്വാസമില്ലായിരുന്നപ്പോൾ ദൈവം തൻ്റെ മുഖത്തിൽ നിന്ന് തൻ്റെ വായിലുള്ള ശ്വാസത്തെ മനുഷ്യനിലേക്ക് പകർന്നു. ദൈവവുമായി ഫേസ് ടു ഫേസ് ഫസ്റ്റ് എൻകൗണ്ടർ ഉണ്ടായി, അവിടെ ജീവനുണ്ടായി. ഹല്ലേലൂയ. എപ്പോഴൊക്കെ നമുക്ക് ദൈവമായുള്ള എൻകൗണ്ടർ ഉണ്ടാകുമോ അപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാകുന്ന ഒന്നാണ് ജീവൻ, ദ സോയൽ ലൈഫ്, ദൈവിക ജീവൻ, നിത്യ ജീവൻ. ഈ ജീവനിലാണ് ആദം ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവം പറഞ്ഞു, ആദമേ, നീ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലം കഴിക്കുന്ന നാളിൽ നീ മരിക്കും. ആദം ഫലം കഴിച്ചു, മരിച്ചോ? വചനം പറയുന്നു 930 വർഷം ആദം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഏതെല്ലാം ആദം 930 വർഷം ജീവിച്ചു. 930 വർഷം ജീവിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞത് തെറ്റാണോ? ദൈവം പറഞ്ഞു, നീ എന്ന് ഇത് ഭക്ഷിക്കുമോ അന്നാളിൽ നീ മരിക്കും. യഥാർത്ഥത്തിൽ ആദമിന് ഒരു മരണം സംഭവിച്ചു. എന്താണെന്നറിയാമോ? ദൈവമായിട്ടുള്ള റൈറ്റ് സ്റ്റാൻഡിങ്, ദൈവമായിട്ടുള്ള ഫേസ് ടു ഫേസ് ആ ഒരു സ്റ്റാൻഡിങ് നഷ്ടപ്പെട്ടു. അടുത്ത നിമിഷം ആദം ഭയന്ന് ഒളിച്ച് മരത്തിന്റെ മൂട്ടിൽ പോയിരിക്കുക. ദൈവം വീണ്ടും ഫേസ് ടു ഫേസ് എൻകൗണ്ടറിന് വരികയാണ്, ആദാമോട് സംസാരിക്കാൻ വരികയാണ്. ആദാം പറയുകയാണ്, എനിക്ക് ഭയമാണ്, ഇന്ന് എനിക്ക് നിന്റെ ഒപ്പം നിൽക്കാൻ റൈറ്റ് സ്റ്റാൻഡിങ് ഇല്ല. എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ പാപിയാണ്. ഹല്ലേലൂയ. ഞാൻ നഗ്നനാണ്. ദൈവം ചോദിച്ചു, ആദാമേ, നീ നഗ്നനെന്ന് ആര് പറഞ്ഞു? ആദാമിനോട് ആരാ പറഞ്ഞേ? ആദാമിന്റെ അകത്തെ മനസാക്ഷി പറഞ്ഞു, ആദാമേ, നീ തെറ്റുകാരനാണ്, നീ കുറ്റക്കാരനാണ്, നിനക്ക് ദൈവത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഇനി റൈറ്റ് സ്റ്റാൻഡിങ് ഇല്ല. റൈറ്റ്യസ്നസ്, ദൈവത്തിന്റെ നീതി നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആദാമിന് നഷ്ടപ്പെട്ടത് ദൈവ നീതിയാണ്. ദൈവത്തിനൊപ്പം നിൽക്കാനുള്ള തൻ്റെ കോൺഫിഡൻസ് ആണ് നഷ്ടപ്പെട്ടത്. നമുക്ക് യേശു ക്രിസ്തുവിലൂടെ തിരികെ ലഭിച്ചതും അത് തന്നെയാണ്, ദൈവത്തിന്റെ നീതിയാണ്. ആമേൻ. ഒരു വചനം വായിച്ച് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. യേശു കർത്താവ് ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ ജ്ഞാനം, നമ്മുടെ നീതി, നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ വീണ്ടെടുപ്പുമായി തീർന്നു. അതായത് യേശുവാണ് നമ്മുടെ നീതി. യേശു നമ്മുടെ നീതിയായി തീർന്നു. യേശു നമ്മുടെ ജ്ഞാനമായി തീർന്നു. യേശു നമ്മുടെ ശുദ്ധീകരണമായി തീർന്നു. യേശു നമ്മുടെ വീണ്ടെടുപ്പായി തീർന്നു. യേശു ദൈവത്തിന്റെ മുന്നിൽ മനുഷ്യന് നഷ്ടമായതിനെ തിരികെ നൽകുവാനായി വന്നു. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാനായി വന്നു. അതായത് ദൈവമായ റൈറ്റ് സ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന്റെ നീതിയാക്കി നമ്മെ മാറ്റി.
ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ നീതിയാണ്. ഹീ ഈസ് അവർ റൈച്ചസ്നസ്. അവൻ നമ്മുടെ നീതിയാണ്. അവൻ നമ്മെ നീതീകരിച്ചു. ആമേൻ. ബൈബിളിലുടനീളം പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ ഒക്കെയും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മെ ക്രിസ്തുവിനോട് കൂടെ തുല്യരാക്കി ഇരുത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനം പറയുന്നു, നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തിയിരിക്കുന്നു. നഷ്ടമായ സ്ഥലത്ത് നിന്ന് നമുക്ക് തിരിച്ച പൊസിഷൻ തന്ന് ഇന്ന് യേശുവിനോട് കൂടെ നമ്മെ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം, യേശുവെ പോലെ നമ്മെ ഇരുത്തിയിരിക്കുക. ഇവിടെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, യേശുവെ പോലെയാണെങ്കിൽ, യേശുവിനോടൊപ്പം ഇരുത്തിയിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ പാപം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പാപത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? അവിടെ നമ്മുടെ ചിന്തയാകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചിട്ട് പാപം ചെയ്യാതെ എങ്ങനെ വിശുദ്ധനാകാമെന്നുള്ള യാത്രയിലാണ്. എന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ പാപം ചെയ്യാതെ നീതിമാന്മാരായി മാറുമെന്നോ വിശുദ്ധന്മാരായി മാറുമെന്നോ അല്ല. ദൈവം നമ്മെ നീതിമാന്മാരും വിശുദ്ധന്മാരും ആക്കിയിരിക്കുന്നുള്ള അറിവ് നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയും. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം, എനിക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിച്ചേ. ഇപ്പൊ ഈ കപ്പിൽ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുക, ഒരു ഗ്ലാസ് വെള്ളം. ദൈവം ഈ ഗ്ലാസ് വെള്ളത്തെ ഇങ്ങനെ എടുത്തിട്ട് പറയുകയാണ്, ഇത് കൊക്കക്കോളയാണ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റിൽ ഇതെന്തായിരിക്കും? പറ, മിണ്ടൂലേ? ഇത് വെള്ളമാണ്, ഇതിനകത്ത് വെള്ളമാണ്. ദൈവം പറയുകയാണ് ഇത് കൊക്കക്കോളയാണ്. നെക്സ്റ്റ് മുമ്പിൽ എന്തായിരിക്കും? ഇത് കൊക്കക്കോളയാകും. ദൈവം എന്ത് പറയുന്നോ അതായിത്തീരും. ആണോ അല്ലയോ? ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ദൈവം എന്ത് പറയുന്നോ അത് അങ്ങനെ തന്നെ ആയിരിക്കും, മാറ്റമില്ലല്ലോ. ദൈവം നമ്മെ നോക്കി പറയുകയാണ്, നാം ഓരോരുത്തരെ നോക്കി ദൈവം പറയുകയാണ്, നിങ്ങൾ നീതിമാന്മാരാണ്, നിങ്ങൾ വിശുദ്ധരാണ്. പൗലോസ് ലേഖനം എഴുതുമ്പോ, സഭയ്ക്ക് എഴുതുമ്പോ അവൻ വിശുദ്ധന്മാരെ എന്ന് അഭിസംബോധന ചെയ്താണ് എഴുതുന്നത്. അവരെല്ലാവരും തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെട്ടവരോ വിശുദ്ധന്മാരായതോ അല്ല. ദൈവം അവരെ നീതീകരിച്ചതുകൊണ്ടും ദൈവം അവരെ വിശുദ്ധരെന്ന് കാണുന്നതുകൊണ്ടും ദൈവം വിളിച്ചതുകൊണ്ടും അവരങ്ങനെ ആകുന്നു. അതുകൊണ്ടാണ് വചനം ഞാൻ പറയുന്നു, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? മറ്റൊരുത്തിൽ പറഞ്ഞാൽ, ദൈവം നീതിമാനെന്ന് വിളിച്ചവനെ അല്ല എന്ന് പറയാൻ ആർക്ക് കഴിയും? അല്ലെങ്കിൽ നീതിമാൻ അല്ല എന്ന് സ്ഥാപിക്കാൻ ആർക്ക് കഴിയും? ദൈവം നിന്നെ എന്തു വിളിച്ചുവോ നീ അങ്ങനെ തന്നെ ആകുന്നു. ഹല്ലേലൂയ. ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിന്റെ ഗ്രേവ് മോശം സിറ്റുവേഷൻ ആയിക്കോട്ടെ, ദൈവം നിന്നെ നോക്കി എന്തു പറഞ്ഞോ അങ്ങനെ തന്നെ നീ ആകുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ ഗ്ലാസ്സിലെ വെള്ളം, ദൈവം എന്ത് പറഞ്ഞോ അങ്ങനെ ആകുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നോക്കി ദൈവം എന്തു പറഞ്ഞിരിക്കുന്നോ, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നോ അതാണ് നിങ്ങൾ. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചാലും ഇങ്ങനെയെങ്കിലും നിങ്ങളുടെ മനുഷ്യൻ അങ്ങനെ ആയി തീർന്നിരിക്കുകയാണ്. ബാക്കിയെല്ലാം നടക്കുന്നത് ഈ മനസ്സിലാണ്, സോളിഷ് റെലമിലാണ്, നമ്മുടെ എന്താ പറയാ ദേഹിയിലാണ്, ചിന്തകളിലാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ റൈറ്റ് ബിലീവിങ്, യഥാർത്ഥത്തിൽ ആദ്യം വേണ്ടത് ശരിയായ വിശ്വാസമാണ്. ഞാൻ എന്തായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നതിലൂടെയാണ് എൻ്റെ പ്രവൃത്തികൾ മാറുന്നത്. അല്ലാതെ എൻ്റെ പ്രവൃത്തികളിലൂടെ ഞാൻ മാറുകയല്ല, ഞാൻ യഥാർത്ഥമായ ആരാണെന്ന് വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ പ്രവൃത്തികൾ മാറുന്നത്. ഒന്നുകൂടി ഞാൻ ക്ലാരിറ്റി നിങ്ങൾക്ക് തരാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കിയേ, ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു കിളി, ഒരു കൂട്ടിനകത്ത് ഞാൻ അടച്ചിട്ടിരിക്കുന്ന ഒരു കിളി, ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്ക് എല്ലാ എക്സാമ്പിൾസാ. ഒരു കൂട്ടിനകത്ത് ഒരു കിളിയെ ഇട്ടിരിക്കുക. ഞാൻ വന്ന് ആ കിളിയുടെ കൂട് തുറന്നു, അതിന്റെ കീ എടുത്ത് തുറന്ന് ആ പൂട്ടെടുത്തിട്ട് പോയി. ഓക്കെ, ആ കിളി ഫ്രീ ആയോ? ആ കിളി ഫ്രീ ആയോ? ആ കിളി ഫ്രീ ആവാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ ആ കിളിയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ആ കിളിക്കൊന്ന് അറിയണം, എന്നെ തുറന്ന് വിട്ടിരിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ആ കിളി അതിനകത്ത് തന്നെ ഇരിക്കും. ഹല്ലേലൂയ.
ഇതുപോലെയാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും. ദൈവം നമുക്ക് വേണ്ടി യേശു ക്രിസ്തുവിലൂടെ എന്തൊക്കെ ഒരുക്കിയിരിക്കുന്നു, എന്തൊക്കെ അനുഗ്രഹം നൽകിയിരിക്കുന്നുവെന്ന് നമ്മൾ അറിഞ്ഞാലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ ദൈവശക്തിയാണ്. റോമർ 1:16 പറയുകയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിന്റെ ശക്തിയാണ്. ഗോസ്പൽ ഈസ് പവർ. ഗോസ്പൽ എന്ന് പറയുന്നതേ ശക്തിയാണ്. തളർന്നിരിക്കുന്നവന്, തകർന്നിരിക്കുന്നവന്, രോഗിയായിരിക്കുന്നവന്, പാപത്തിൽ കിടക്കുന്നവന്, അവന് ശക്തിയാണ് സുവിശേഷം. എന്താണ് ശക്തി? പാപത്തിൽ കിടക്കുന്നവനോട് പറയുകയാണ്, നിന്നെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, നിന്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. നീ ഇനി പാപിയല്ല, സ്വർഗത്തിലെ ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുന്നു, നീ നീതിമാനാണ്. ഹല്ലേലൂയ. അവൻ നീതീകരിക്കപ്പെടാൻ ഒന്നും ചെയ്യണ്ട. ഒരു വചനം കൂടെ വായിച്ചാൽ മതി, കുറച്ചുകൂടി മനസ്സിലാവും. ഒരു വചനം എടുത്തേ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഫിലിപ്പിയർ 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. താഴോട്ട് വായിക്കുന്നില്ല. അതായത് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തുള്ള അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ ചെയ്ത് ഞാൻ എൻ്റെ സ്വന്തമായി നീതി ഉണ്ടാക്കുവല്ല, പകരം ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, യേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്ന ദൈവത്തിന്റെ നീതി. ഹല്ലേലൂയ. ദൈവം നൽകുന്ന നീതി, അതായത് ദൈവം നമ്മെ തനിക്ക് സമന്മാരാക്കി നമ്മെ വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്ത് യേശു ക്രിസ്തുവിലൂടെ അതൊരിക്കലായി എന്നേക്കുമായി ചെയ്തു കഴിഞ്ഞു. എനിക്കും നിങ്ങൾക്കും ഇന്ന് ദൈവമായിട്ടിന്ന് റിലേഷൻഷിപ്പിന്, ഫെലോഷിപ്പിന്, ബന്ധത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ വണ്ണം ആദാം ദൈവത്തിന്റെ മുന്നിൽ എങ്ങനെ ആദ്യമായിരുന്നോ അതുപോലെ, യേശു പിതാവിന്റെ മുന്നിൽ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ നമുക്കും അവനോട് തുല്യതയുണ്ട്. ഇന്ന് അതേ സ്റ്റാറ്റസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിയേ. ആ കിളി, അതിനെ ഞാൻ ഫ്രീ ആക്കി. ഞാൻ ഇങ്ങനെ പറയാം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഐ സെറ്റ് ഇറ്റ് ഫ്രീ. ഞാൻ അതിനെ ഫ്രീ ആക്കി, സ്വതന്ത്രനാക്കി. പക്ഷേ അതിനെ പൂർണ്ണമായും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റിയത് ആ സത്യം അത് അറിയുമ്പോഴാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കൺ എന്ന പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഒരു ഓർഡർ ഇറക്കി, ഇന്ന് മുതൽ അമേരിക്കയിൽ അടിമത്തം നിർത്തിയിരിക്കുന്നു. ഒരു കൂട്ടം ജനം ഫ്രീ ആയി. പക്ഷേ ചരിത്രം പറയുന്നത് വീണ്ടും അനേകം വർഷങ്ങൾ ഇങ്ങനൊരു ഓർഡർ ഇറങ്ങിയത് പോലും അറിയാതെ ഒത്തിരി ജനം അടിമകളായി തുടർന്നു. ഒത്തിരി പേര് ചൂഷണം ചെയ്തു അവരെ. കാര്യം എന്താ? അവർക്കതറിയില്ല. അവർക്ക് ആ ഓർഡർ ഇറങ്ങിയെന്ന് അറിഞ്ഞ നിമിഷം അവർ പറയും, ഇനി ഞങ്ങൾ അടിമകളായിരിക്കത്തില്ല, ഞങ്ങൾ അടിമത്വം നിർത്തലാക്കിയതാണ്, ഞങ്ങളെ ഫ്രീ ആക്കിയതാണ്. ഇതുപോലെയാണ് ഇന്ന് പാപം പലരുടെയും മേൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കൊത്രേ അധീനനാകൽ എൻ്റെ മേൽ പാപം കർത്തൃത്വം നടത്തുകയില്ല. പലരും പറയും, ഞാൻ അഡിക്ഷനാണ്, ഒരുപാട് അഡിക്ഷൻ എനിക്കുണ്ട്. നിങ്ങൾ അഡിക്റ്റഡ് അല്ല, നിങ്ങളെ ഒന്നിനും അഡിക്റ്റ് ആക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം വചനം പറയുന്നു, നിങ്ങളെ യേശു ക്രിസ്തു സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. യേശു സ്വതന്ത്രനാക്കിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനാണ്. നമ്മുടെ കൺഫെഷൻസ്, നമ്മുടെ നാവിലൂടെ നമ്മൾ പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റൈറ്റ് ബിലീവിങ്, നമ്മൾ യഥാർത്ഥമായി ദൈവത്തിന്റെ വചനം വിശ്വസിക്കുമ്പോഴാണ് അതിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നത്. അത് കറക്റ്റാണ്. സത്യം നമ്മൾ അറിയുമ്പോൾ, നമ്മൾ എന്തൊക്കെ സത്യം അറിഞ്ഞോ ആ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ മേഖലയിലാണോ നിങ്ങൾ ആ വെളിച്ചം കിട്ടിയത്, ആ മേഖലയിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കും. കാരണം ആ മേഖലയിൽ ശത്രു നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. രോഗത്തിന്റെ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ പറയും, യേശുവിന്റെ അടിപ്പിണ ഞാൻ സൗഖ്യമായിരിക്കുന്നു. ദൈവം എന്നെ നോക്കി പറഞ്ഞിരിക്കുന്നു, നീ സൗഖ്യം ആയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നത് ദൈവം നിങ്ങളോട് പറയുന്നതാണ്. ദൈവം നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യം ആയിരിക്കുന്നു. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആകുന്നു. നിന്റെ അനുഗ്രഹം സ്വർഗത്തിന്റെ ഇഷ്ടമാണ്. കാരണം സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാമെങ്കിൽ സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. അവർ മുഴുവൻ നമ്മുടെ കൂടെ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. കാരണം ദൈവത്തിന്റെ വചനം അതൊരിക്കലും പാഴായി പോകത്തില്ല.
ആമേൻ. നമ്മൾ പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യും. നമ്മുടെ തിരിച്ചറിവില്ലായ്മ കാരണം പലപ്പോഴും ശത്രു നമ്മൾ ഉപയോഗിക്കും. നമ്മളെ പലപ്പോഴും ചൂഷണം ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി പവർഫുൾ. ദൈവനീതി നമ്മുടെ മനസ്സിനകത്ത് കൃത്യമായി പിടികിട്ടിയാൽ ഒരു തരത്തിൽ നിങ്ങളെ ശത്രുവിന് അലട്ടുവാനായി കഴിയത്തേയില്ല. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു വചനം വായിച്ചോട്ടെ. റോമാലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം അവസാന വാക്യങ്ങൾ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശു മരിച്ചു, അവന്റെ ഉയർപ്പിനാൽ നമ്മെ നീതീകരിച്ചും ഇരിക്കുന്നു. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റ് ശരിയാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ, സ്വർഗം നമ്മെ നീതീകരിച്ചിരിക്കുന്നു എന്നതും സത്യമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ഉയർപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, യേശു ഉയർത്തപ്പോ സ്വർഗം നമ്മെ ഡിക്ലെയർ ചെയ്തു, യു ആർ റൈച്ചിയസ്, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ നീതിമാന്മാർ, നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ നീതി നമ്മിലേക്ക് ഇമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത വചനം പറയുകയാണ്, വിശ്വാസത്താൽ അങ്ങനെ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്ന 99% ജനത്തിന്റെയും പ്രശ്നങ്ങൾക്ക് കാരണം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ദൈവമായുള്ള കണക്ഷനിലുള്ള പ്രശ്നമാണ്, ദൈവമായുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിള്ളലാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ തന്നെ ഉണ്ടാക്കിയുള്ള കുറ്റബോധം കാരണം ദൈവത്തോട് അടുത്തു വരാൻ അവർക്കുണ്ടാകുന്ന ഒരു മടി, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിനകത്തൊരു സമാധാനമില്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ അവർക്ക് ദൈവമായുള്ള ബന്ധത്തിൽ ഉറപ്പില്ല. ദൈവം ഞാൻ പ്രാർത്ഥിച്ച കേൾക്കുമോ? എന്നോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ്? ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമോ? എന്നോട് ദൈവത്തിന് ഇഷ്ടമാണോ? എൻ്റെ പ്രവൃത്തികൾ ദൈവത്തെ വിഷമിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദൈവം ഒത്തിരി ഡെസ്പാണോ? ഇങ്ങനെയുള്ള ചിന്തകളാണ് ഒത്തിരി പേരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത്. ദൈവമായുള്ള ബന്ധത്തിൽ അവർക്കൊരു സമാധാനമില്ല. വചനം പറയുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തോട് സമാധാനം ഉണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നീതിമാനാണ്. എന്താണ് എന്നെ നീതീകരിക്കുന്നത്? അത് എന്നെ നീതീകരിച്ചത് യേശുവിന്റെ രക്തമാണ്, അവന്റെ ഉയർപ്പാണ്. അവന്റെ ഉയർപ്പ് എന്നെ നീതിമാനായി ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ അകത്ത് ഉറപ്പായാൽ ശത്രുവിന് നിങ്ങളെ പിന്നെ തൊടാൻ കഴിയത്തില്ല. ശത്രുവിന്റെ കുറ്റബോധം കൊണ്ട് നിങ്ങളെ അലട്ടാൻ കഴിയത്തില്ല. നിങ്ങളെ പാപബോധത്തിലേക്ക് തള്ളിയിടാൻ കഴിയത്തില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്നറിയാവോ? പലപ്പോഴും നമ്മുടെ ചിന്ത, നാം എല്ലാവരും പാപികളാണ്, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നീതിമാന്മാരാകുമെന്നാണ്. ഒരിക്കലുമല്ല. നിങ്ങൾ ഓരോരുത്തരും നീതിമാന്മാരാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ്, ചിന്തകൾ പലപ്പോഴും നിങ്ങളെ പാപത്തിൽ തള്ളിയിടുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് വ്യത്യാസം മനസ്സിലാക്കണം. അതായത് നമ്മൾ ആരും പാപികളല്ല, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നീതിമാനാകാൻ ശ്രമിക്കുന്നവരല്ല. നമ്മൾ ഓൾറെഡി വി ആർ മെയ്ഡ് റൈച്ചിയസ്. വചനം പറയും, നിങ്ങളെ അവൻ നീതീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണ്. പക്ഷെ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ നിങ്ങൾ അൺറിന്യൂഡ് മൈൻഡ്, അല്ലെങ്കിൽ പുതുക്കം പ്രാപിക്കാത്ത മനസ്സ് കാരണം പലപ്പോഴും നിങ്ങൾ പാപത്തിൽ വീണു പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ സീരിയസ് ആയി എടുത്ത് നിങ്ങൾ മനസ്സിനെ ഒന്ന് പുതുക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥമായി ആ ദൈവികമായുള്ള ദൈവം ഒരുക്കിയുള്ള ഐഡന്റിറ്റിയെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമേൻ. ഇല്ല എങ്കിൽ നമ്മൾ ഈ നീതിയുടെ വചനം കൃത്യമായി നമ്മുടെ അകത്തില്ലെങ്കിൽ, എന്നെ ദൈവം നീതീകരിച്ചെന്നുള്ള ബോധ്യമില്ലെങ്കിൽ, പലപ്പോഴും നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ദൈവമായുള്ള ബന്ധത്തിൽ ഓക്കെയാണ്, 2-3 ദിവസം ദൈവമായുള്ള ബന്ധത്തിൽ ഭയങ്കര ഓക്കെയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ നേരെ താഴേക്ക് പോകും. നമ്മൾ അവിടെ ചിന്തിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ വച്ച് ദൈവമായുള്ള ബന്ധത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ്. നമ്മളും ദൈവമായുള്ള ബന്ധത്തിന് യാതൊരു മാറ്റമില്ല. കാരണം അത് നമ്മുടെ പ്രവൃത്തി വച്ചല്ല, യേശുവിന്റെ കാൽവരി ക്രൂസിലെ പ്രവൃത്തിയാൽ എന്നേക്കും നമ്മെ ദൈവമായി നിരപ്പിച്ചിരിക്കുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. എന്താണ് നിരപ്പിന്റെ ശുശ്രൂഷ?
പുതുനിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. എന്താണ് നിരപ്പിന്റെ ശുശ്രൂഷ? ദൈവത്തോട് നിങ്ങൾ നിരക്കണമെന്നല്ല, ദൈവം നിങ്ങളെ തന്നോട് നിരപ്പിച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷമാണ് നിരപ്പിന്റെ ശുശ്രൂഷ. വ്യത്യാസം എന്താ മനസ്സിലായോ? നമ്മളെല്ലാവരും പാപികളോട് നിങ്ങൾ പാപിയാണ്, നിങ്ങൾ പാപിയാണ്, നിങ്ങൾ പാപിയാണെന്നുള്ളതല്ല. നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ച്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പുത്രന്റെ രക്തത്താൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു എന്നുള്ളതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇതിനൊത്തിരി വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ സുവിശേഷം എന്ന് പ്രസംഗിക്കുന്നത് നീ എത്ര വലിയ പാപിയാണ്, എത്ര വലിയ കൊള്ളരുതാത്തവനാണെന്ന് പറയുന്നതാണ് സുവിശേഷം. അതല്ല സുവിശേഷം. നീ എത്ര കൊള്ളരുതാത്തവനായിരിക്കുമ്പോഴും, എത്ര വലിയ പാപിയായിരിക്കുമ്പോഴും നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ കരുതുന്ന സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവന്റെ രക്തത്താൽ നിങ്ങളെ ശുദ്ധീകരിച്ച് എന്നേക്കും അവനോട് തുല്യന്മാരാക്കി മാറ്റിയിരിക്കുന്നു. സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തിയിരിക്കുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുന്ന, ഈ സത്യം അറിയുന്നവൻ സ്വാതന്ത്ര്യം അനുഭവിക്കും. യേശു ക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം ഓരോരുത്തരും സാക്ഷാൽ സ്വതന്ത്രത്രേ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന് 21-ാം വാക്യം പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ശ്രദ്ധിച്ചു നോക്കി, പാപം അറിയാത്തവനെ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. യേശു പാപം അറിയാത്തവനാണ്, പാപം ചെയ്യാത്തവനാണ്. യേശുവിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് പകരമായി പാപം ആക്കി. എന്തിനു വേണ്ടി? നമ്മെ ദൈവത്തിന്റെ നീതിയാക്കാൻ. അതായത് ദൈവത്തിന് തുല്യമായി, ദൈവത്തിന് സമനായി, ദൈവത്തിന്റെ മടിയിലിരുന്ന സ്വന്തം പുത്രൻ നമുക്ക് തുല്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നാം ഓരോരുത്തരും ദൈവത്തിന് തുല്യമായി, ദൈവപുത്രന് തുല്യനായി മാറേണ്ടതിനത്രേ. മറ്റൊരു വാക്യം വായിക്കുന്നു, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. റോമാലേഖനം 5:17. ഏകന്റെ ലംഘനത്താൽ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു. ആരാണ് ഈ ഏകൻ? ഉറക്കെ പറഞ്ഞേ, ആദാം. ആദാമിന്റെ ലംഘനത്താൽ മരണം എല്ലാ മനുഷ്യരിലും വാണു. അതായത് മനുഷ്യനല്ല വാഴ്ച നടത്തുന്നത്, മനുഷ്യന്റെ മേൽ മരണം വാഴ്ച നടത്തി. അങ്ങനെയെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധിയെ ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഇതിനു മുമ്പ് മറ്റൊരു വാക്യം കൂടെ ഉണ്ട്. അതായത് ഏകന്റെ ലംഘനത്താൽ എല്ലാവരും മരണമാണു, അല്ലേ? ഏകന്റെ അനുസരണത്താൽ സകലരും നീതീകരിക്കപ്പെട്ടു. അതായത് ഒരുവന്റെ പാപനിമിത്തം എല്ലാവരിലേക്കും ആ പാപ സ്വഭാവം കടന്നുകൂടിയെങ്കിൽ യേശുവിന്റെ നീതി പ്രവർത്തിയാൽ, യേശുവിന്റെ അനുസരണത്താൽ എല്ലാവരിലേക്കും നീതിയുടെ സ്വഭാവം വന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയ മനുഷ്യൻ, പഴയത് കഴിഞ്ഞുപോയി. അതായത് മനുഷ്യനെ പാപത്തിലേക്കും മരണത്തിന്റെ അടിമത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പഴയ സ്വഭാവം നീങ്ങി സകലതും പുതുതായിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന മലയാള വേർഷനിൽ ഇതാ സകലതും പുതുതായിരിക്കുന്നതാണ്. ഇംഗ്ലീഷ് വേർഷനിൽ സീ ബിഹോൾഡ് എന്ന് എഴുതി. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക, നിങ്ങൾ പുതുതായിരിക്കുന്നു. നിങ്ങൾ കാണണം നിങ്ങളെ തന്നെ. എങ്ങനെ? അയ്യോ ഞാൻ പാപിയാണ്, പുഴുവാണ്, കൃമിയാണ് എന്ന് കണ്ടാൽ അങ്ങനെ തന്നെ ആയിരിക്കും. പലരും അങ്ങനെയാണ്, അയ്യോ എത്ര വലിയ പാപിയാ ഞാൻ. അതെ അതെ, നീ എത്ര വലിയ പാപിയാ. വചനം പറയുന്ന അങ്ങനെയല്ല, നീ എത്ര വലിയ നീതിമാനെന്നാണ്. കാരണം അവന്റെ രക്തം സകല പാപം പോക്കി നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. വചനം പറയുന്ന വിശ്വസിക്കുന്നവർക്ക് അവൻ ഏക യാഗത്താൽ സദാകാലത്തേക്കും, സദാകാലത്തേക്ക്, 1-2 ദിവസത്തേക്കല്ല, സദാകാലത്തേക്കും ഏകയാഗത്താൽ നമ്മെ അവൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആര് പറഞ്ഞു? ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവം പറയുന്നു, നിന്നെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവം ശുദ്ധീകരിച്ചതിനെ, ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം വിധിക്കും? ആർ പറയും ഇനി ഇവൻ യോഗ്യനല്ല എന്ന്? ദൈവം നിന്നെ നീതീകരിച്ചിരിക്കും. അപ്പൊ നീ നിന്നെ നോക്കി പറയണം, എന്റെ ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. ദൈവം എന്നെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചിരിക്കുക. ദൈവം എന്നെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഞാനിനി പഴയ മനുഷ്യനല്ല, എൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ഞാൻ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാണ്. കൊരിന്ത്യർ ലേഖനം പറയുകയാണ്, 1 കൊരിന്ത്യർ 6:17 പറയുകയാണ്, കർത്താവുമായി പറ്റിച്ചിരുന്നവൻ അവനുമായി ഏക ആത്മാവാകും.
അപ്പോൾ കർത്താവുമായി പറ്റിച്ചേർന്ന ഇത്രയും പേർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ ആര് പറ്റിച്ചേർന്നിരിപ്പുണ്ട്? ക്രിസ്തുവിന്റെ ആത്മാവും നിങ്ങളും ഒന്നായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പാപിയാകുക? നിങ്ങളുടെ ആത്മാവിലും ക്രിസ്തുവിന്റെ ആത്മാവും ഒന്നായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക, നിങ്ങൾ നീതിമാന്മാരാണ്. ഈ ബ്രദറെ, ഇന്ന് രാവിലെ ഞാൻ മോശമായി ചെയ്തു, ചിന്തിച്ചു, കണ്ടു. അത് മാറാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ കാണ്. നീ പഴയ ആളല്ല. നിനക്കിനി മോശമായത് കാണാൻ കഴിയത്തില്ല. എനിക്കിനി മോശമായത് പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ പഴയ മനുഷ്യനല്ല. പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ഉരിഞ്ഞു മാറ്റപ്പെട്ടു. ഇതാ ഞാൻ പുതിയ മനുഷ്യനായിരിക്കുകയാണ്. നീ പഴയ മനുഷ്യനായത് നിന്നെ തന്നെ ഐഡന്റിഫൈ ചെയ്തോറും, ഞാൻ പാപിയാണെന്ന് പറയുന്നതോറും നീ വീണ്ടും പാപ സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. നിന്നെ ക്രിസ്തുവിൽ നിന്നെ ദൈവം ആരാക്കിയിരിക്കുന്നു. ന്യൂ ക്രിയേഷൻ, പുതിയ സൃഷ്ടി. അവിടെ ഉപയോഗിച്ച വാക്കിങ്ങനെയാണ്, ഒരിക്കലും മുമ്പില്ലാതിരുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുക. ഇതുപോലെ മുമ്പ് ഇല്ല, അതുപോലെ ബ്രാൻഡ് ന്യൂ ക്രിയേഷൻ. അങ്ങനെ സ്വർഗം നമ്മൾ ആക്കിയിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണണം. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, ഞാൻ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനാണ്. കൊരിന്ത്യർ ലേഖനം 1:2-16 പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടേ, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. വൈരാഗ്യവും കുശുമ്പും അസൂയുള്ളവനാണെന്നല്ല, ഞാൻ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. നിങ്ങൾ എങ്ങനെ നിങ്ങളെ കാണുമോ അങ്ങനെ ലോകം നിങ്ങളെ കാണുവാനായി തുടങ്ങും. സാധു സുന്ദർ സിംഗ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു, കർത്താവേ നിന്നെ പോലെ ആക്കണമെന്നായിരുന്നു. യേശുവെ നിന്നെ പോലെ എനിക്ക് ജീവിക്കണമെന്നായിരുന്നു. പലരും സാക്ഷ്യം പറയുകയാണ്, അദ്ദേഹം ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പലരും അദ്ദേഹത്തെ കാണുമ്പോൾ പറയുമായിരുന്നു, യേശു വരുന്നുവെന്ന്. നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മെ തന്നെ കാണുക, നാം എങ്ങനെ ആയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കാണുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യം പറയുന്നു, ഒരുവൻ ഹൃദയത്തിൽ നിരൂപിക്കുന്ന പോലെ അവൻ ആകുന്നു. ഇന്ന് ക്രിസ്ത്യാനികളിൽ 99% വിശ്വസിക്കുന്നതാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാനാണേ. ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നീ അങ്ങനെ തന്നെ ആകുന്നു. ദൈവത്തിന്റെ വചനം നിന്നെ അങ്ങനെ പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിന്നെ സദാകാലത്തേക്കും വിശുദ്ധീകരിച്ചിരിക്കുന്നു, അവൻ നിന്നെ നീതീകരിച്ചിരിക്കുന്നു, അവൻ നിന്നെ പ്രിയപ്പെട്ടവനാക്കിയിരിക്കുന്നു, അവനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആകയാൽ, കൊലോസ്യലേഖനം പറയാണ്, ഇനി ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കാരണം നിങ്ങൾ മരിച്ച് അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അയ്യോ, എന്നെ നരകത്തെ കത്തിക്കാൻ കൊണ്ടുപോകോ, എന്നെ അപ്പുറത്ത് കൊണ്ടുപോകും എന്ന കൺഫ്യൂഷൻ ഉണ്ടെന്നല്ല പറഞ്ഞേ. നിന്റെ ആത്മാവ് ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയനായവൻ വെളിപ്പെടുമ്പോൾ നാം അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി കൺഫ്യൂഷന്റെ ലൈഫല്ല, ഉറപ്പിന്റെ ലൈഫാണ്. ഞാൻ അവനോട് കൂടെ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇത് ഇന്ന് കൃത്യമായി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ലൈഫ് ചേഞ്ച് ആവുന്നത്. ആമേൻ. നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. ജോസഫ് പ്രിൻസ് എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ പറയുകയാണ്, റൈറ്റ് ബിലീവിംഗ് ലീഡ്സ് ടു റൈറ്റ് ആക്ഷൻസ്. അതായത് നല്ല പ്രവൃത്തികളല്ല നല്ല വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നല്ല വിശ്വാസമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവം നമ്മെക്കുറിച്ച് പറയുന്നത് എന്താണോ അതങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അതിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നീ നിന്നോട് തന്നെ പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിന്റെ നീതിമാനാണ്, എനിക്ക് ദൈവത്തോട് റൈറ്റ് സ്റ്റാൻഡിങ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ദൈവ നീതി എനിക്കുണ്ട്. എനിക്കിന്ന് അപ്പാ പിതാവ് എന്ന് നേരിട്ട് മുഖത്ത് നോക്കി ദൈവത്തോട് സംസാരിക്കാൻ എല്ലാ പ്രിവിലേജും ഉണ്ട്. നിന്റെ 99.9% പ്രശ്നവും അവിടെ തീരും. എനിക്ക് ദൈവത്തോട് സമത്വമുണ്ട്. എൻ്റെ യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എനിക്ക് ദൈവത്തോടുള്ള സമത്വത്തെ നൽകാനാണ്. ഞാൻ ഏഴയും പുഴുവും കൃമിയുമായി കിടക്കാനല്ല, ദൈവത്തിന്റെ മുഖത്ത് നോക്കി അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ ഭയത്തിന്റെ ആത്മാവനല്ല, പുത്രത്വത്തിന്റെ ആത്മാവനെ നൽകി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പാപിയല്ല, നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നവനല്ല, എന്നെ സ്വർഗത്തിലെ ദൈവം നീതീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്കിന്ന് ദൈവത്തിന്റെ നീതിയെ നൽകപ്പെട്ടിരിക്കുന്നു. ആദമിലൂടെ പാപം കടന്നു വന്നു, പാപത്തിലൂടെ മരണം കടന്നു വന്നെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നീതി വന്നു, നീതിയിലൂടെ ജീവനും കടന്നു വന്നു. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ നൽകുവാനും
സമൃദ്ധിയായി നൽകുവാനും അത്രേ. യേശു പറഞ്ഞു, എന്നോട് അല്ലാതെ ആരും പിതാവിനെ അറിയുകയില്ല. എന്നിട്ട് യേശു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എല്ലാവരോടും അപ്പ, പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് പിതാവിനോട് സഹിത്വമുണ്ട്, സമത്വമുണ്ട്. ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. അവിടെയാണ് ജീവൻ. ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ ദൈവമായുള്ള ബന്ധത്തെ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്ലഗ് പോയിന്റുമായി കണക്ട് ആവുകയാണ്. ബാറ്ററി ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫോൺ ചാകാറായി കിടക്കുമ്പോൾ 5% ആകുമ്പോൾ, 3% ആകുമ്പോൾ, ഇപ്പൊ ചാകുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോണിനെ പ്ലഗ് എടുത്ത് നിങ്ങൾ കറണ്ടിൽ കൊടുക്കുമ്പോൾ അത് വീണ്ടും ജീവിച്ചു വരുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധ മേഖലകളിലും മരണം വ്യാപിക്കുന്നുണ്ട്. നമ്മുടെ ഫിനാൻസിലുള്ള മരണമാണ് ദാരിദ്ര്യം. നമ്മുടെ ബന്ധങ്ങളിലുള്ള മരണമാണ് ഡിവോഴ്സുകൾ. നമ്മുടെ ആരോഗ്യത്തിന് മേലുള്ള മരണമാണ് രോഗങ്ങൾ. ഏത് മരണത്തിന്റെ അവസ്ഥയിലേക്കും ദൈവിക ജീവനെ പ്ലഗ് ഇൻ ചെയ്യുന്നത് ദൈവമായുള്ള ബന്ധത്തിൽ നിന്നാണ്. എപ്പോൾ നിങ്ങൾ ദൈവമായുള്ള ബന്ധത്തിൽ ഓക്കെ ആവുമോ ആ നിമിഷം നിങ്ങളുടെ ലൈഫിൽ എല്ലാ മേഖലയിലും ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ഹീ ഈസ് ലൈഫ്. അതിന് ഈ ദൈവ നീതി നമുക്കറിയണം. എന്താണ്? ശത്രു നിന്നോട് പറയും, ചെവിയിൽ മന്ത്രിക്കും, നീ കൊള്ളരുതാത്തവനാണ്, നീ മോശക്കാരനാണ്, നീ അതാണ് ഇതാണ്. നീ അതല്ല കേൾക്കേണ്ടത്. ദൈവത്തിന്റെ വചനം നിന്നെ എന്തു പറയുന്നു? ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദൈവത്തിന്റെ നീതിയാകുന്നു. എന്നെ ദൈവം കാണിച്ചൊരു കാഴ്ച പറയട്ടെ. നമ്മൾ ഒരു ടേബിളിന് ചുറ്റും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സാധാരണ നമ്മൾ ചുറ്റും ഇരിക്കുന്നവരെല്ലാം ഒരു ഈക്വലായിട്ടാണ് നമ്മളെ കാണുന്നത്. ഇപ്പൊ എന്നോടൊപ്പം മേശയിൽ ഭക്ഷിക്കുക എന്ന് വെച്ചാൽ എന്നെ കൂടെ ഇരിക്കുന്നവർക്ക് എനിക്ക് തുല്യരായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് സ്വർഗത്തിലെ ദൈവത്തോടൊപ്പം ഒരേ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. നമ്മൾ അവന്റെ ശരീരത്തിന്റെ അംശികളാകുന്നു. നമ്മളിവിടെ തിരുവത്താഴം എടുക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഭാഗമാകുകയാണ്. നമ്മൾ അതിനെ പുതുക്കുകയാണ്, ഓർമ്മ പുതുക്കുകയാണ്. നമുക്ക് ദൈവത്തോട് സമത്വമുണ്ട്, ധൈര്യമുണ്ട്. ശത്രുവിന്റെ ഒരു ശബ്ദത്തിനും നിങ്ങൾ ചെവി കൊടുക്കരുത്. നിങ്ങൾ പറയണം, ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു, എന്നെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, അതങ്ങനെ തന്നെ ആകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു അച്ചു നോക്കി സ്വർഗത്തെ ദൈവം പറയാണ് വിശുദ്ധനായ അച്ചു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റിൽ വേറൊന്നും ചിന്തിക്കാനില്ല, അവൻ അങ്ങനെ ആകുന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോരുത്തോടും പറയുകയാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നീതീകരിച്ചിരിക്കുന്നു. നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം പറയുകയാണ്, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. യേശുവിന്റെ രക്തം എന്റെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്നല്ല, എന്റെ സകല പാപം പോക്കി അവൻ എന്നെ ശുദ്ധീകരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ്. എന്തൊക്കെ പാപത്തിന്റെ വീട് പോയാലും എന്നെ അവൻ കഴുകി വെടിപ്പാക്കിയിരിക്കുന്നു. കാരണം ഞാൻ ഓൾറെഡി മെയ്ഡ് പെർഫെക്റ്റ് ആൻഡ് റൈറ്റ്യസ്. നിങ്ങളെ തന്നെ കണ്ടു നോക്കി. ചിലർ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ പാപം ചെയ്തു പോകത്തില്ലേ? പിന്നെ ഇതുവരെ ചെയ്യാത്ത പോലെ. നമ്മൾ പാപത്തിൽ തുടരാനുള്ള കാരണം നമ്മൾ നമ്മെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് പാപിയായിട്ടാണ്. ഞാൻ അഡിക്ഷൻ ഉള്ളവനാണ്. പലരും പറയും, എനിക്ക് ഇന്ന അഡിക്ഷൻ ഉണ്ട്. നിങ്ങൾ അഡിക്റ്റഡ് അല്ല, നിങ്ങൾ അഡിക്ഷൻ അല്ല, നിങ്ങൾ ഫ്രീ ആണ്. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. ഇനി പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന വചനം പറയുന്നത്. നീയാണ് അധികാരി. നീ പാപത്തോട് പറയണം, നിനക്കിനി എന്റെ മേൽ അധികാരമില്ല. നീ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നവനല്ല. പാപത്തിന് നിന്റെ മേൽ യാതൊരു അധികാരമില്ല. മരണത്തിന് നിന്റെ മേൽ അധികാരമില്ല. കാരണം നിന്റെ ഉള്ളിൽ വാഴുന്നവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ആ തിരിച്ചറിവിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്താണോ സ്ട്രഗിൾ ചെയ്യുന്നത് ആ മേഖലയെ ഡിക്ലെയർ ചെയ്യുക. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വായിക്കൊണ്ട് പറയുക, ഞാൻ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ്. സ്വർഗത്തിലെ ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു. ഞാൻ വിശുദ്ധനാണ്. ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പൈതലാണ്. സ്വർഗ കുടുംബത്തിലെ അംഗമാണ്. വായിക്കൊണ്ട് പറയുക, നിങ്ങൾ നാവ് കൊണ്ട് പറയുക, നിങ്ങളെ തന്നെ കാണാൻ തുടങ്ങുക, നിങ്ങൾ അങ്ങനെ ആകുന്നു. ഹല്ലേലൂയ. വെറുതെ പറയുകയല്ല. അതിനെ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ ചോറെടുത്തിട്ട് ഉരുട്ടി ഇങ്ങനെ ഇട്ടിട്ട് വിഴുങ്ങിയാൽ എന്നാ സംഭവിക്കുക? ദഹിക്കത്തില്ല, നേരാമണം ശരിയല്ല, അതിനുള്ള ഊർജ്ജമൊന്നും കിട്ടത്തില്ല. പക്ഷെ അതിനെടുത്ത് നല്ലവണ്ണം ചവച്ചതിനെ സത്തൊക്കെ എടുത്താലോ? ഏറ്റവും നന്നായിട്ട് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൃഗങ്ങളാണ്. പ്രത്യേകിച്ച് പശു, ആട്. അവരിങ്ങനെ വാരി പിടിച്ച് കഴിക്കും. നമ്മളെ ഇപ്പം എല്ലാം കഴിച്ച് തീർക്കും. കുറെ കഴിയുമ്പോഴോ ചുമ്മാ ഇരിക്കുമ്പോൾ അവരിങ്ങനെ
1 മണിക്കൂർ മുമ്പ് കഴിച്ചതാ. ഇങ്ങനെ എടുത്ത് ചവച്ച് അതിനകത്തുള്ള സത്തൊക്കെ എടുക്കും. അതേ വാക്ക്, അതായത് മട്ടർ എന്ന വാക്കാണ്. അതേ വാക്കാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ചവയ്ക്കണം. ഇതകത്തോണ്ട് ഇടയ്ക്കെടുത്ത് ഇങ്ങനെ ചവയ്ക്കണം. അതിനകത്തുള്ള ജീവന് എടുക്കാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമായി മാറും. ദൈവത്തിന്റെ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്യണം. ദൈവം എന്താണല്ലോ പറഞ്ഞിരിക്കുന്നത് അതിനെ തന്നെ പറയണം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ലൈഫിന്റെ പ്രവാചകർ നമ്മളാണ് പ്രൊഫറ്റ്സ്. നമ്മൾ നമ്മുടെ ജീവിതം നോക്കി പ്രവചിക്കണം. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ എക്കോ ചെയ്യണം. അതുപോലെ നിങ്ങൾ സംസാരിക്കണം. അത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ തന്നെ കാണുവാനായി തീരും. ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നിങ്ങൾ കഴിയുമെങ്കിൽ വീട്ടിൽ പോയിട്ട് ലേഖനങ്ങൾ എടുത്ത്, പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം എടുത്തിട്ട്, പ്രത്യേകിച്ച് റോമ ലേഖനം, ഈ ലേഖനങ്ങളിൽ ദൈവം നമ്മെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ എടുക്കുക. അതിനെ നിങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്യുക. നിങ്ങളെ തന്നെ കാണുക. ദൈവം നിങ്ങളെ എങ്ങനെ ആക്കി വച്ചിരിക്കുന്നു. സത്യത്തിൽ നിങ്ങളെ തന്നെ അങ്ങനെ കാണുമ്പോൾ, ഒരു ഉദാഹരണങ്ങളൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങളിപ്പോൾ ഉദാഹരണം, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, റോയി ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. മുഷിഞ്ഞൊരു ഡ്രസ്സും കഴിഞ്ഞ ദിവസം പെയിന്റ് ചെയ്ത അഴുക്കൊക്കെ ഉള്ള ഡ്രസ്സിലുള്ള പോവുകയാണ്. പെട്ടെന്ന് റോഡ് സൈഡിലേക്ക് ഒരു ചെളിക്കുണ്ടിലേക്ക് കാൽ ചവിട്ടി. പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. അടുത്ത പ്രാവശ്യം വേണേൽ ഒന്നുകൂടി ചവിട്ടിക്കൊണ്ട് പോകും. കാരണം അറിയാം ഓൾറെഡി ചെളിയാണ്, ഇനിയിപ്പം കുറച്ചുകൂടി ആയാലും കുഴപ്പമില്ല. ഓക്കെ. എന്നാൽ റോയി ഒരു വിവാഹത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഏറ്റവും മനോഹരമായ ഡ്രസ്സ്, വൈറ്റ് ഡ്രസ്സ് ഇട്ട് ഇറങ്ങുവാണ്. വൈറ്റ് ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങുന്നതായിരിക്കാം. പോകുന്ന വഴിക്ക് ഒരു ചെളി വന്നാൽ അതിൽ ചവിട്ടാൻ നോക്കുമോ? ചവിട്ടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുമോ? എന്തിനു വേണ്ടിയാണ്? കൂടുതൽ വെള്ള ആകാനാണോ? ഓൾറെഡി വെള്ള ആയതുകൊണ്ടാണോ? ഓൾറെഡി വൈറ്റ് ആണെന്നുള്ള ബോധ്യമാണ് ആ ചെളി വീഴാതിരിക്കാനുള്ള. നേരത്തെ ചെളി വീഴാനുള്ള ധൈര്യം എന്താണ്? ഓൾറെഡി ചെളിയാണ്. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. പലരും ഞാൻ വലിയ പാപിയാ, കൊടും പാപിയാ, ഈ ബോധ്യമാണ് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് നീ പാപിയെന്നല്ല, എന്നെ ഹിമം പോലെ വെളുപ്പിച്ചിരിക്കുന്നു, വിശുദ്ധനാക്കിയിരിക്കുന്നു, ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു, അവനോട് തുല്യനാക്കിയിരിക്കുന്നു, അവനോടൊപ്പം സ്വർഗതലങ്ങൾ ഇരുത്തിയിരിക്കുന്നു. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നേരത്തെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിരിക്കുന്ന പോലുള്ളൊരു ബോധ്യമാണ്. എന്താണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ്, അപ്പന്റെ പിള്ളയാണ്, അപ്പനോടൊപ്പം ഇരിക്കുന്നവനാണ്, അപ്പന്റെ സ്റ്റാറ്റസ് ഉള്ളവനാണ്. ഇനി എനിക്ക് ഈ ലോകത്തിലെ ചെളിയും ചപ്പും ചവറിൽ നടക്കേണ്ടവനല്ല. ഈ ലോകത്തിൽ നൈമിഷികമായ സുഖങ്ങളുടെ പുറകെ പോകേണ്ടവനല്ല. അതിനേക്കാൾ മനോഹരമാണ് എൻ്റെ ദൈവമായുള്ള ബന്ധം. ഈ ബോധ്യമാണ് പാപത്തെ ജയിക്കാൻ, അല്ലെങ്കിൽ പാപത്തിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് നിനക്ക് നൽകുന്നത്. കൺഫസ് ചെയ്യേണ്ടത് എത്ര വലിയ പാപിയാണെന്നല്ല, എൻ്റെ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം നീതീകരിച്ചിരിക്കുന്നു, എനിക്ക് ദൈവമായി എത്ര വലിയ ബന്ധമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങളെ മാറ്റുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നീതിയുടെ വചനത്തിൽ നിങ്ങൾ തറവാവുക. നിങ്ങൾ തന്നെ പറയുക, ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവാണ് എൻ്റെ നീതി. അതൊരിക്കലും മാറ്റമില്ല. എൻ്റെ പ്രവൃത്തികൾക്ക്, എൻ്റെ സ്റ്റാറ്റസിനെ, എൻ്റെ സ്റ്റാൻഡിങ്ങിനെ മാറ്റാൻ കഴിയത്തില്ല. നിങ്ങൾ ഇന്നലെ ഇന്നും പാപത്തിൽ വീണുപോയേക്കാം എന്ന് വെച്ച് നിങ്ങൾ ദൈവമായുള്ള പൊസിഷനിൽ മാറ്റം വന്നിട്ടില്ല. അത് എറ്റേണലാണ്. അത് യേശു ക്രിസ്തു സ്ഥാപിച്ചതാണ്. അത് എന്നേക്കും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ കാണുക, ആത്മാവും ക്രിസ്തുവിനും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ സ്വർഗ്ഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നത് ഒന്ന് കണ്ടേ. നിങ്ങൾ എന്ത് വിഷ്വലൈസ് ചെയ്യുമോ അതായിരിക്കും നിങ്ങൾ ലൈഫിൽ കാണാൻ പോകും. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ പ്രവൃത്തിയിൽ വെളിപ്പെടുന്നത്. ആമേൻ. നിങ്ങൾ എന്താണോ, ഒരു ഉദാഹരണം, നിങ്ങൾക്കൊരു ട്രൈ ചെയ്തൊരു കാര്യം പറയാം. നിങ്ങൾ എന്താണോ അലട്ടുന്ന ഒരു സ്വഭാവമായിരിക്കും. സാധാരണ പറയില്ലെങ്കിൽ ഇന്ന അഡിക്ഷൻ ഉണ്ടെന്ന് പറയും. അത് തെറ്റാണ്. ക്രിസ്തുവിലുള്ള ഒരാളെയും ഒന്നിനും അഡിക്റ്റ് ആക്കാൻ പറ്റത്തില്ല. ഒരേ ഒരു അഡിക്ഷനേ ഉള്ളൂ, നമുക്ക് ക്രൈസ്റ്റ് അഡിക്റ്റ്, ക്രിസ്തുവിന് അഡിക്റ്റ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാറ്റാൻ പറ്റാത്തവരെന്ന് വിചാരിക്കുക, അതിൻ്റെ മേൽ നിങ്ങൾ പറയണം, ഇനി ഇതിനെൻ്റെ മേൽ സ്ഥാനമില്ല, എൻ്റെ മേൽ അധികാരമില്ല, ഞാൻ അതിൻ്റെ മേലെയാണ്. ഈ ലോകത്തുള്ള സകലത്തിന് മേലെ വാഴുവാൻ ദൈവം എന്നെ ആക്കിയിരിക്കുന്നു. ഇനി എനിക്ക് സ്മോക്കിങ്ങിനോ ഡ്രിങ്ക്സിനോ അല്ലെങ്കിൽ ഡ്രഗ്സിനോ ഇനി പോണോഗ്രാഫിക്കോ ഒന്നിനും എൻ്റെ മേൽ ആധിപത്യമില്ല. ഞാൻ സകലത്തിന് മേലെ വാഴും. നേരത്തെ പറയാണ്, നീതി എന്ന ദാനത്തെ സ്വീകരിക്കുന്നവൻ ജീവനിൽ യേശു ക്രിസ്തു മൂലം അധികമായി വാഴും. നമ്മെ വാഴ്ച നടത്തുവാൻ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു, വീഴുവാനല്ല, വാഴ്ച നടത്തുവാൻ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയണം, ഞാൻ വാഴുക തന്നെ ചെയ്യും.